ഗുഡ് മോർണിംഗ്. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം ഞാൻ രാവിലെ എണീറ്റ് എന്നിട്ട് മോർണിംഗ് തന്നെ നല്ലൊരു കട്ടൻ അങ്ങോട്ട് പാസ്സാക്കി. എന്റെ ബേബി സ്നേഹം കൊണ്ട് ഉണ്ടാക്കി തന്ന ടീ ആണ് ഗൈസ്. Hello guys, good morning. റൈസ് ആൻഡ് ഷൈൻ. ഇപ്പം നമ്മള് ലോക്കാക്കി അറിഞ്ഞിട്ടോ. ഇതാണ് എന്റെ പുതിയ കീന്റെ സിൻ ആപ്ലിക്കേഷൻ. ഗൈസ് ഇവര് നോക്കിയ മാച്ചിങ് ഡ്രസ്സൊക്കെ നടക്കണം. അപ്പൊ നമ്മളെ ഗസ്റ്റ് ഇന്ന് പോകും. ഗസ്റ്റ് മീൻസ് രായപ്പേനട്ടാ. അപ്പൊ അവൾക്ക് മീൻ കഴിക്കണം എന്ന് പറഞ്ഞ് ബാംഗ്ലൂർ നല്ല മീൻ കിട്ടില്ലല്ലോ എന്നാണ് അവള് പറയുന്നത്. സോ ഞങ്ങൾ ഇവിടുന്ന് മാർക്കറ്റിൽ പോയിട്ട് മീനൊക്കെ ഒന്ന് വാങ്ങിട്ട് കുക്ക് ചെയ്യാൻ വിചാരിച്ച്. സോ ലെറ്റ്സ് ഗോ ഗൈസ്. അവളിന്ന് പോവല്ലോ, അപ്പം അതിന് മുമ്പ് മീനെ തിരി. സാലി അടിപൊളിയാണ്. സാലി നല്ല സൂപ്പറാണ്. സാലി നല്ല ഹസ്ബൻഡ് ആണ്. സാലി രാവിലെ നല്ലോണം എനിക്കും അറിയാത്ത പോലെ പറയണ പൊട്ടത്തിയ ഞാൻ അറിയാത്ത പോലെ ആണോ. അപ്പോൾ മീമി മേടിക്കാൻ പോയാ ഞങ്ങള് നല്ല ലേറ്റ് ആയി. മാർക്കറ്റ് ക്ലോസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് മീൻ മേടിക്കാം. നമ്മളിപ്പോ മാർക്കറ്റിൽ അക്ഷരമായിട്ട് ഇറങ്ങും നടക്കണോക്ക് ഗൈസ്. നനഞ്ഞ കോഴികളെ നീലിട്ട് കൊള്ളാൻ പരിപാടി. ഇവിടെ മീനൊക്കെ കഴിഞ്ഞു തുടങ്ങിട്ടോ. ഇവര് പാക്ക് ചെയ്ത് തുടങ്ങി. കൊണ്ടുപോയി മീനൊക്കെ. അപ്പൊ പിലോപ്പി വാങ്ങണോന്നുള്ള ഡിസ്കഷനിലാണ്. ഹെൽപ്പ് ചെയ്താ വാങ്ങാൻ താല്പര്യം. പിലാനാണോ? പിരാനുണ്ട്, അയിലുണ്ട്, മത്തിണ്ട്, ആ വലിയ മീനുണ്ട്. ഏത് വേണേലും വാങ്ങാം, ഇഷ്ടമുള്ളത് വാങ്ങാം. മീൻ നോക്ക്. ഡോൾഫിനെ പോകട്ടെ. ഒരു ഡോൾഫിനൊക്കെ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യണ്ടെന്ന് തോന്നുന്നു. ലീഗലാണെന്ന് തോന്നുന്നതൊക്കെ. നമ്മളിപ്പോ മീൻ വാങ്ങി നമ്മളിവിടെ കട്ട് ചെയ്യാൻ കൊടുക്കാം. രണ്ടും കൂടി നോക്കി നിൽക്കണമൊക്കെ ഈ ചേച്ചിന്റെ അടുത്ത് കൊടുക്കണമായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. ഞങ്ങളപ്പോ മീനവിടെ വെട്ടാൻ കൊടുത്ത് എന്നിട്ട് ഇവിടുത്തെ പച്ചക്കറി വാങ്ങിയത്. ഇന്നെന്തായാലും ബഹുലമായ സംഭവങ്ങളായിരിക്കും. നല്ല ഫുഡ്. ഇന്നലെ ബിരിയാണി, ബർഗർ അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് ഉണ്ടാക്കി കൊടുത്ത്. അപ്പൊ ഇന്ന് മൊത്തം ഫിഷ് അങ്ങനത്തെ നാടൻ സംഭവങ്ങളിലേക്ക് പോവാം. ഫസ്റ്റ് കോഴിക്കാല് ഒന്ന് നോക്കിയത് കോഴിന്റെ കാലുണ്ട്. അപ്പൊ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമുക്ക് വേറെ ഫിഷ് ഇവിടെ വെക്കാം. വേറെ കവറിലൊക്കെ ആക്കിയിട്ട് അതുകൊണ്ട് വലിയ സീനില്ല. ഇവിടെ വന്നോണ്ട് 260 രൂപക്ക് നമുക്ക് 3-3.5 കിലോ മീൻ കിട്ടി. എങ്ങനെയായപ്പാ? അവളെ ഉറക്കത്ത് വേണ്ടിട്ടില്ല. 250 രൂപ ആയിട്ടേ ഉള്ളൂ. മറ്റേ 160ഉം ഇതിന് മേടിച്ചല്ലേ. ആ അത്രേ ഉള്ളൂ ഗൈസ്. ഇപ്പൊ ഞാൻ ഇവിടെ എത്തിയപ്പോ തന്നെ അവൾ അവിടെ ഉള്ളിൽ ഇറക്കി. ഞാൻ അവിടെ എത്തിയപ്പോൾ മഴ. ഇപ്പൊ 3 ദിവസമായി ഗൈസ്. കൊച്ചിയില് നിക്കാത്ത മഴ എന്ന് വേണമെങ്കിൽ പറയട്ടോ. നിങ്ങൾ ആരെങ്കിലും താഴത്ത് കമന്റ് ചെയ്യാ. പക്ഷെ എന്റെ വീട്ടിലത്തെ CCTV നോക്കുമ്പോൾ അവിടെ മഴ കുറവാണ്. പക്ഷെ ഈ ഒരു വൈറ്റിലെ ഭാഗത്ത് നിൽക്കാണ്ട് മഴ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ കുക്കിംഗ് തകൃതിയായി നടക്കുന്നുണ്ട്. ചട്ടിയിലാണെന്ന് വെക്കുന്നത്. പൊട്ടു റെഡി ആയിട്ടുണ്ട്. അവിടെ മിക്സിയിൽ ഓരോന്നിട്ടുന്നുണ്ട് അടിക്കാൻ വേണ്ടിയിട്ട്. എന്തോ പിന്നെ കിച്ചൺ ഫുൾ ഇങ്ങനെ ഫില്ലായിട്ടുണ്ട്. മൊത്തം പരിപാടി. ഇവിടെ പുട്ട് വേറെ ഉണ്ട്, ചോറ് വേറെ, പുട്ട് വേറെ ഗൈസ്. ഫുള്ളി ഓട്ടോമാറ്റഡ്. ഈ ചട്ടിയിൽ വെക്കണ വേറെ മീൻ. ഇത് മാത്രം പൊരിക്കാൻ കേട്ടോ, ബാക്കിയൊക്കെ കറിയൊക്കെ. തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ള കറി കേട്ടോ. ரொம்ப അഴകാ ഇருக்கு. ഞാൻ വീണ്ടും കാറിലെത്തി. അവളുടെ അനിയത്തിണ്ട് പാത്തു. അപ്പൊ അവള് വരുന്നുണ്ട്. സോ പിന്നെ അവളെ കൂടെ അവളുടെ അനിയനുണ്ട് പട്ടു. അങ്ങനെ 2 പേരോട് വരുന്നുണ്ട്. ഇന്ന് മൊത്തം ഗെറ്റ് ടുഗദറാണ്. ഇവിടെ ആണെങ്കിൽ മഴയോട് മഴ ഗൈസ്. മഴക്കാലം തുടങ്ങിയോ എനിക്ക് മനസ്സിലാവുന്നില്ല ഗൈസ്. അപ്പം അവരെത്തി. ഇവിടെ ഒരുത്തിണ്ട്. ഇവര് തല തട്ടട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇസ്ലാമിക ഗേൾ ആയതുകൊണ്ട് ഭയങ്കര ഞാൻ ഇങ്ങനത്തെ മാന്യമായ ഗേളിനെ കണ്ടില്ല. അപ്പൊ എന്തായാലും നമുക്കിനി ഫ്ലാറ്റിലേക്ക് പോയി ഗൈസ്. മഴത്ത് ഈ ഓടി കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. മറ്റേ GTA 5 ഹൈ ഗ്രാഫിക്സ് ഒക്കെ ഇട്ടമാതിരി കിടക്കുന്നുണ്ട്. കുറെ ആയി ഗൈസ് മഴത്ത് ഇങ്ങനെ നടന്നിട്ട്. ഗൈസ് ഇപ്പൊ നല്ല മന്തി റെഡി ആയിട്ടുണ്ട്. ഒരു കഷ്ണം കൊണ്ട് എടുക്കാം. തല മാത്രം ഉള്ളിലൂടെ കഷ്ണം ഇതൊക്കെ ரொம்ப ടേസ്റ്റ് ആയിരിക്കും. അവിടെ അവരെല്ലാവരും TV കാണാം കേട്ടോ. പക്ഷെ എനിക്ക് വിശക്കുന്നുണ്ട്. എനിക്ക് പുട്ട് വെച്ചില്ലേ സമാധാനം. ഞാൻ പോയി കഴിക്കട്ടെ. പുട്ടിൻ്റെ ഒപ്പം മീൻകറി അതൊരു വേറെ മൂടാക്കി സെറ്റ് ടേസ്റ്റ്. ഏതോ ഫുഡിങ് ഒക്കെ കഴിഞ്ഞ്. എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? അൽഫില്ലേ ആയപ്പനാണല്ലോ പറയണ്ടേ. എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ് അല്ലേ? ബർഗർ, ബിരിയാണി, മന്തി, നിർവാണ. അപ്പൊ ഇപ്പൊ ഞങ്ങള് പോകുന്നത് അൽഫിക്ക് മൂക്ക് കുത്താനാണ് ഗൈസ്. അൽഫിന്റെ മൂക്ക് കുറെ ദിവസമായി കുത്തണം എന്ന് പറയുന്നുണ്ട്. സോ അവള് ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. അവിടെ അപ്പോയിന്റ്മെന്റ് എടുത്ത് സ്ഥലത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, സോറി. ഓക്കെ. ഏത് മൂക്കാണ് കുത്തുന്നത്?
എനിക്കുള്ള ഇപ്പൊ തൽക്കാലം ഒരു മൂക്കേ ഉള്ളൂ. അത് ഞാൻ നടുക്ക കുത്താൻ പോകുന്നേ. നടുക്ക നീ കുത്തുന്നുണ്ടോ? ഞാൻ കുത്തും. ഞാൻ കുത്തുന്നില്ല. നീ കുത്തുന്നുണ്ടോ? ഞാൻ കുത്താണ് ആണെങ്കിൽ സ്പേസ് ഉണ്ടാക്കാണ്. ഒരു 85 ഓക്കെ അല്ലേ? വേണമെങ്കിൽ പാടുവോ? നിനക്ക് ഡിക്കിലിരിക്കട്ടാ. ഡിക്കിലിരിക്കാം, എനിക്ക് സ്ഥലമുണ്ട്. നമ്മളപ്പോ പോകുന്നത് എന്റെ വീട്ടിന്റെ അടുത്തേക്ക് തന്നെ, ചങ്ങമ്പുഴ കേസ്. അവിടാണ് ഇവള് ഇത് സെറ്റ് ആക്കിയത്. അപ്പൊ അവിടെ പോയിട്ട് മുക്കുത്ത. കരയരുത് കേട്ടോ, മുക്കുത്തും വേദന ഉണ്ടാവും. അപ്പൊ നമ്മളെടുത്തി ഇതിന്റെ മുകളിലാട്ടോ അങ്ങോട്ട് പോവാ. നമ്മള് മാത്രാണ് ആണുങ്ങളായിട്ടില്ലേ? ഞങ്ങളടുത്ത് അവരെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആരാണ് ഇതിൽ മുക്ക് കുത്തുന്നത്. ചിലർ പേടിച്ച് പിന്മാറുന്നു, ചിലർ ധൈര്യശാലിയായി നിൽക്കുന്നു. ഇവനെന്തായാലും എന്തോ കുത്തുന്ന് പറഞ്ഞിട്ട് ബ്ലബ്ലു ബ്ലബ്ലു കാതിൽ കുത്താൻ സെലക്ട് ചെയ്യുന്നു. അൽഫിന്റെ മുടിയുടെ നമുക്ക് അൽഫിന്റെ മുടിക്ക് എന്തോ ഒരു പ്രശ്നമുള്ള പോലെ തോന്നുന്നുണ്ടോ? അതായിരിക്കും അതാണ് അവിടെ മൂക്കത്ത് കുത്ത അൽഫി. ബേബി ബേബി അവിടെ കുത്തി. നാക്ക് കട്ടി തരും. പൊടിച്ചേക്ക്. നശിപ്പിച്ചേക്ക്. ഇവിടെ ഇതെന്താ പ്രത്യേകത അറിയോ? ഇത് ഓരോ എണ്ണത്തിനും ഓരോ ശബ്ദം. ഒന്നടിച്ചാ ഇവിടെ ഈ ശബ്ദം കേട്ടോ. ഇവിടെ മനസ്സിലായോ? ഇതിന് മൈക്കില് കേൾക്കണ്ടാവില്ല, പക്ഷെ എന്തായാലും ടെക്നോളജി തന്നെയല്ലേ. ടെക്നോളജി. ഇവിടെ കുത്തണോ? അവിടെ കാതിൽ ഒത്തിരി കാര്യമില്ല, ഒരു കാലത്തും കാണൂല. കാരണം നീ മുടി അങ്ങനാണ്. വേസ്റ്റ് ഓഫ് ടൈം, വേസ്റ്റ് ഓഫ്. ഇല്ലടി, നമ്മൾ കാണൂല മുടി. മൂക്ക് വേണ്ട, അനാവശ്യം ഇത് വേണ്ട. എനിക്ക് നല്ല ഫേസ് ഉണ്ട്. അപ്പൊ ഇപ്പൊ തീരുമാനമായത് ഇവള് മാത്രാണ് കുത്തുന്നത്. ചെവിന്റെ ആവശ്യമില്ല. പോണിട്ടയിൽ എപ്പോഴാണ് കെട്ടല്? എന്നോട് ചോദിക്കുന്നത് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കെട്ടത്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്ക് മൂക്ക് കുത്താൻ വേണ്ടിട്ട് ഞങ്ങൾ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. എന്താ പ്രശ്നം? കളിയാക്കണ്. കഴിഞ്ഞില്ല. വേണ്ടട്ടോ കണ്ടിട്ട് നിങ്ങള് അവള് ഡിസ്റ്റർബ് കണ്ണൊന്നും തുറക്കാത്ത അടിക്കണോ? എനിക്കൊന്ന് മൂക്ക് തെറിച്ചിക്ക് വേദന ഫീൽ ചെയ്ത. കണ്ണൊക്കെ നിറഞ്ഞ് നോക്ക്. അവള് നല്ല തെറി പറയൂട്ടി ഇത് ചെയ്ത് കഴിഞ്ഞ്. എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. എനിക്കൊന്നും ചെയ്യണ്ട. എനിക്ക് കാത് കുത്തണമെന്നുണ്ടായിരുന്നു, ഒറ്റ സൈഡിൽ മാത്രം, ഒരു കടുക്കം പോലെ. ലുക്ക് എക്സ്പെൻസീവ്. അതാണല്ലേ സാധനം. നല്ലതാണ്. നല്ലതാണോ? കുത്തുമ്പോ നല്ല പെയിൻ ഉണ്ടാവും, പിന്നെ അത് കഴിയുമ്പോ ഇറ്റ്സ് ഫൈൻ. ശീലായിക്കോളും. ഓയിൽമെന്റ് ഒക്കെ തന്നിട്ടുണ്ട്, അതൊക്കെ യൂസ് ചെയ്യണം. ഗൈസ്, അപ്പം അവര് റൂമിലെത്തിണ്ടാവും. ഞാൻ കാറ് പാർക്ക് ചെയ്യാൻ പോയതായിരുന്നു. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ഇനി നെക്സ്റ്റ് ടൈം താഴത്ത് കമന്റ് ചെയ്യുക. ഞാൻ മൂക്കല്ലേ കാത് കുത്തി എങ്ങനെ ഉണ്ടാവും കേട്ടോ, ഒന്ന് അറിയാൻ വേണ്ടിട്ടാ. ചിലപ്പം രസം ഉണ്ടാവും. ഒറ്റക്കാത്. Let's see. Okay.